ജെഫ്രി ക്യൂ നിൽക്കരുത് കേട്ടാ. കാണും കാണും കാണും. അങ്ങനെ വന്നു വന്നേ ക്യൂ നിൽക്കാൻ ഭയങ്കര പാടാ അല്ലേ? Hi guys, good morning and welcome to another beautiful sunny day from the cold China. So നമ്മൾ ഇന്ന് ഡഡോങ്ങിൽ നിന്ന് പോവാണ്. നിങ്ങൾ നോർത്ത് കൊറിയ ഒക്കെ എൻജോയ് ചെയ്ത് കാണുമെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ ആക്ച്വലി ശരിക്കും പോകേണ്ടത് ഇവിടെ നിന്ന് ബീജിങ്ങിലേക്കാണ്. പക്ഷേ ബീജിങ് ഞാനും പ്രിയയും ഡാഡി മമ്മി എല്ലാവരും കൂടെ അടുത്ത മാസത്തും വരുന്നുണ്ട് ചൈനയുടെ മെയിൻ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ട്. പക്ഷേ ഇപ്പോൾ ഞങ്ങളുടെ പ്ലാൻ കുറേയും കൂടെ ഈസി ഞാൻ പറഞ്ഞില്ല യുണീക്ക് ആക്കണമെന്ന് ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമാണ്. ഇത് മൊത്തം ഞങ്ങൾ ചെയ്തിരിക്കുന്ന ഒരു ഗൈഡും ഒരു പാക്കേജും ഒരു ട്രാവൽ ഗൈഡൻസും ഒന്നും ഇല്ലാത്ത ഓൺ ഡിസ്കവറീസാണ് നമ്മൾ മൊത്തം ചെയ്തിരിക്കുന്നത്. സോ അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു മാജിക്കൽ മെട്രോപോളിസ്, ഒരു മിറാക്കുലസ് സിറ്റി നിങ്ങൾ എന്തായാലും കാണണം. നിങ്ങളും അത് തന്നെ പറയും. ചോങ്ക്യൂ എന്ന് പറഞ്ഞൊരു സിറ്റി ഉണ്ട്. അത് ഇവിടെ നിന്ന് നല്ല ദൂരമാണ്, അങ്ങോട്ടാണ് ഞങ്ങൾ പോകുന്നത്. അത് ആ സിറ്റി സംഭവമായിരിക്കും, അതിൻ്റെ കിടലം ബ്ലോഗ്സൊക്കെ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. പക്ഷേ അതിലേക്ക് പോകുന്നത് എങ്ങനെയാണെന്ന് അറിയാം. ഞങ്ങൾ 2 ബിസിനസ് ക്ലാസ് സംഭവങ്ങൾ എടുത്തിട്ടാണ്. വി വോണ്ട് ടു ഷോ യു ഹൗ ചൈനീസ് ലോക്കൽ ബിസിനസ് ക്ലാസ്സസ്. ഒന്ന് ഇവിടുന്ന് ഒരു ട്രെയിൻ എടുത്ത് ഷയോങ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് പോകും. അതെന്തിനാണെന്നറിയോ? ശരിക്കും ഇവിടുത്തെ ഫ്ലൈറ്റ് ഉണ്ട്, പക്ഷേ ഞങ്ങൾക്ക് കാണിക്കേണ്ട ബിസിനസ് ക്ലാസ് ഒക്കെ ഉണ്ട്. അത് ട്രെയിനിലാണ്. ഇവിടുത്തെ ട്രെയിനിൻ്റെ ബിസിനസ് ക്ലാസ് ഞാൻ വിചാരിക്കുന്ന പോലെ ആണെങ്കിൽ വേറെ ലെവലായിരിക്കും. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഫ്ലൈറ്റ് എടുത്ത് ഏകദേശം 5.5 മണിക്കൂർ, അതേതോ ചുറ്റിക്കറങ്ങിയൊക്കെ പോകുന്നത്, പക്ഷെ അതും ബിസിനസ് ക്ലാസ് ആണ്. സോ ഇന്നൊരു ഫുൾ ലോക്കൽ ബിസിനസ് ക്ലാസ് ജേർണി ആയിരിക്കും. ലെറ്റ്സ് ഗോ ചെക്ക് ഔട്ട് ഹൗ ചൈനാസ് ബിസിനസ് ക്ലാസ്സസ്. സ്കിപ്പ് ചെയ്യാതെ കാണുക, നിങ്ങൾ ഷോക്ക്ഡ് ആയിരിക്കും. ഞാൻ വിചാരിച്ച പോലത്തെ ട്രെയിൻ ആണെങ്കിൽ. ഗൈസ്, ഈ ഡഡോങ് റെയിൽവേ സ്റ്റേഷൻ ചെറുതാണെങ്കിലും ഇവിടെ ബിസിനസ് ക്ലാസ് പാസഞ്ചേഴ്സ് ബിസിനസ് ക്ലാസ് ലൗഞ്ച് ഉണ്ട്. കണ്ട, ട്രെയിൻ ടിക്കറ്റിൽ ലൗഞ്ച് ഉണ്ട്. സോ നമുക്കൊന്ന് നോക്കാമല്ലോ ബിസിനസ് ക്ലാസ് ലൗഞ്ച് ട്രെയിനിലെ, ചൈനയിലെ ട്രെയിൻ സ്റ്റേഷനിലെ ലൗഞ്ച് എങ്ങനെയുണ്ടെന്ന് നോക്കിക്കേ. ലൗഞ്ച് ഓഫ് എന്ത് സെറ്റാന്ന് നോക്കി. എയർപോർട്ട് ലൗഞ്ച് മാറി നിൽക്കും തോന്നുന്നു. കയറി വരുമ്പോൾ തന്നെ നമ്മുടെ ബോർഡിംഗ് പാസ് പോലത്തെ ചെക്ക് ചെയ്ത് ടിക്കറ്റൊക്കെ ചെക്ക് ചെയ്തിട്ട് കുടിക്കാൻ ഡ്രിങ്ക് ഉണ്ട്. ഞാൻ തൽക്കാലത്തേക്ക് രാവിലെ ആയതുകൊണ്ട് കുറച്ച് വെള്ളവും കപ്പലണ്ടിയും മാത്രമേ എടുക്കുന്നുള്ളൂ. ഓക്കെ, ഒരു ഇരിക്കാനുള്ള പ്രൈവറ്റ് സീറ്റിംഗ് ഏരിയ ഒക്കെ ഉണ്ട്. താങ്ക് യു. കൊള്ളാമല്ലോ. ഫസ്റ്റ് ക്ലാസ്സിന് വേറൊരു അഡ്വാൻറ്റേജ് ഉണ്ടല്ലോ. ടൈം ആകുമ്പോൾ ഇവിടുത്തെ അറ്റൻഡ് തന്നെ നമ്മളെ നേരെ കൊണ്ടുപോയി ട്രെയിനിൻ്റെ ഫ്രണ്ടിൽ നിർത്തും. നമ്മൾ ക്യൂവിലൊന്നും നിൽക്കണ്ട, കണ്ട, ഒന്നിലും നിൽക്കണ്ട. അവർ നമ്മളെ നേരെ പ്ലാറ്റ്ഫോമിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകും. ഒക്കെയാണ് ബിസിനസ് ക്ലാസ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഹെവി ട്രീറ്റ്മെൻറ്റ്. ദേ ഇത് കണ്ട, ഇവർ നമ്മളെ കൊണ്ടുപോവാണ് ട്രെയിനിൻ്റെ അടുത്തേക്ക്. ഗൈസ്, ഇതാണ് ഇവരുടെ ബിസിനസ് ക്ലാസ് സീറ്റ്. ക്യാൻ യു ബിലീവ് ഇറ്റ്? എയർലൈൻസിൻ്റെ സ്യൂട്ട് പോലെ ഇല്ലേ? ഹൗ അമേസിങ് ഇത് നോക്കിക്കേ. ഇതാണ് എൻ്റെ സീറ്റ്. ഞാൻ ഒന്ന് ഇരുന്നിട്ട് ബാക്കിയൊക്കെ കാണിച്ചു തരാം. ഈ സീറ്റും ബാക്കിലത്തെ സീറ്റും തമ്മിലുള്ള സ്പേസ് വ്യത്യാസം കണ്ട, അത്രയും സ്പേസ് ഉണ്ട്. 1 2 3 4 5 5 ഉള്ളൂ ഒരു ഫുൾ കോച്ചിൽ. സോ ഇവർ ബിസിനസ് ക്ലാസ്സിൽ തരുന്നത് സ്ലിപ്പേഴ്സ് വരെ തരുന്നുണ്ട്. ഫ്ലൈറ്റിലെ പോലെ തന്നെ സ്ലിപ്പേഴ്സ് തരുന്നുണ്ട്. പിന്നെ എനിക്കൊന്ന് ഫുഡ് കാണും. ഒരു മെനു കാർഡ് പോലത്തെ സംഭവമുണ്ട്. സീറ്റ് കണ്ട, ഫുൾ ബെഡാവും. ഫുൾ ബെഡ്. പില്ലോൻ്റെ ഒക്കെ ക്വാളിറ്റി ഉണ്ടല്ലോ. ഇത് നമ്മുടെ അറ്റൻഡറിനെ വിളിക്കാം. ഇത് സീറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്. ഇത് കണ്ട, ഫുൾ ബെഡ്, കംപ്ലീറ്റ് ലൈഫ് ഫാറ്റ് ബ്രെഡാണ് ഇവിടുത്തെ ബിസിനസ് ക്ലാസ് ട്രെയിനിൽ കാണിക്കുന്നത്. അങ്ങനെ ട്രെയിൻ അനകാൻ തുടങ്ങി. അടിപൊളി ഫുഡുണ്ട് കേട്ടോ, ഫുഡുണ്ട്. ബീഫ് ആൻഡ് റൈസ് ഞാൻ പറഞ്ഞത്. എന്തൊരു ബിസിനസ് ക്ലാസ് ഇത്. നമ്മുടെ ഫുഡ് ലെങ്ത് ഒക്കെ ഇല്ലേ, ഫുഡ് വെക്കുന്ന ബെഡാവും. ബെഡിൻ്റെ നീട്ടം വരെ കൂട്ടാം നമുക്ക്. ഇതിൽ അവരിത് സൂപ്പ് വരെ ഉണ്ട് കേട്ടോ. ഒരു സൂപ്പ്. പിന്നെ ഇതെന്താന്ന് തുറന്ന് നോക്കട്ടെ. പ്രോൺസ് കാണാം. സോ റൈസ്, പ്രോൺസ്. ഇത് കണ്ടിട്ട് മഷ്റൂമോ അതോ ക്യാരറ്റ് ആൻഡ് സം വെജിറ്റബിൾ, ഗ്രീൻസ്, ബീഫ്, ഇതെല്ലാം നമ്മുടെ ടിക്കറ്റിൽ ഇൻക്ലൂഡഡ് ആണ്. പിന്നെ ഒരു സൂപ്പും ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ട്രെയിനിലെ ഫുഡ് ഉണ്ടല്ലോ, എസ്പെഷ്യലി ദ ബീഫ്, ഇറ്റ്സ് സോ മച്ച് ബെറ്റർ ദാൻ വാട്ട് വി ഗെറ്റ് ഓൺ ദ ഫ്ലൈറ്റ്. ഇറ്റ്സ് സോ ഗുഡ്. നമ്മുടെ ഒരു നാട്ടിലത്തേക്ക് ഒരു ചില്ലി ബീഫിൻ്റെ ടേസ്റ്റാണ്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താ അറിയോ? ഇടയ്ക്കിടയ്ക്കുള്ള ഈ അമേസിങ് വ്യൂ കാണാൻ വേണ്ടി നമ്മൾ ഫുഡ് കഴിക്കും വെളിയിൽ നോക്കും. കാരണം
ഭയങ്കര സീനിക് ആയിട്ടുള്ള റൂട്ടായിരുന്നേ. സോ ദ പ്രോൺസ്, ഇറ്റ്സ് ആക്ച്വലി മോർ ലൈക്ക് എ പ്രോൺസ് കോക്ടെയിൽ സാലഡ്. അതും കുഴപ്പമില്ലായിരുന്നു, ഒരു കോൾഡ് സാലഡ് പോലെയായിരുന്നു. അതിൻ്റെ വെജിറ്റബിൾസ് ഒക്കെ ഭയങ്കര ഫ്രഷ് ആയിരുന്നേ. ഈവൻ ദ പ്രോൺസ് വാസ് ഫ്രഷ്. ആൻഡ് ഇത് ഒരു മഷ്റൂമാണ്, മഷ്റൂം ആൻഡ് ക്യാരറ്റ്. ദാറ്റ് ഈസ് ഓൾസോ പ്രിറ്റി നൈസ്. പിന്നെ പൊതുവെ എനിക്ക് മഷ്റൂം ഇഷ്ടമാണ്. എന്നാലും എവറിത്തിങ് വാസ് സോ ഫ്രഷ്. എനിക്കൊന്നും ഇവർ ഓരോ സ്റ്റേഷനിൽ നിന്നായിരിക്കും ഇത് കയറ്റുന്നത്. സ്റ്റാർ വേഴ്സസ് ബീഫ്. ഈ ബീഫ് എന്ന് പറഞ്ഞാൽ ചില്ലി ബീഫാണ്. ശരിക്കും നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന ഒരു ഇന്ത്യനൈസ്ഡ് വേർഷൻ ഓഫ് ചില്ലി ബീഫ് പോലെ എനിക്ക് തോന്നിയത്. ഇത് ഭയങ്കര പോർഷൻ സൈസ് ആയിരുന്നു. ആൻഡ് ബിക്കോസ് ഇറ്റ് വാസ് ടേസ്റ്റി ഞങ്ങൾ ഫുൾ കഴിച്ചു. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഫ്ലൈറ്റിലൊക്കെ പോലെ തന്നെ ഇവർ ഇതുപോലെ ഡ്രിങ്ക്സ് റിഫ്രഷ് ചെയ്യും. ആൽക്കഹോൾ ഡ്രിങ്ക്സ് ഒന്നും കണ്ടില്ല, ബട്ട് യു ഹാവ് ഹോട്ട് ടീ, കോഫി ആൻഡ് ദെൻ യു കോക്ക്, ജ്യൂസ്, മിനറൽ വാട്ടർ, എവറിത്തിങ് അൺലിമിറ്റഡ് ആണ്. ആൻഡ് ഈ സൂപ്പ് ഉണ്ടല്ലോ, ഇതൊരു ചിക്കൻ ആൻഡ് എഗ് ക്ലിയർ സൂപ്പാണ്. ഈ തണുപ്പത്ത് കിടിലനാണ് ശരിക്കും. നമ്മുടെ ഇത് ഒരു ബൗളിലൊഴിച്ച് കൊടുത്തോണ്ടല്ലോ, യു വിൽ ഫീൽ ലൈക്ക് ഇറ്റ്സ് ലൈക്ക് എ റെസ്റ്റോറൻറ്റ് ക്വാളിറ്റി സൂപ്പ്. ഭയങ്കര അടിപൊളി. ഞാൻ വിചാരിച്ചു സാധാരണ നൂഡിൽസ് മാത്രമേ ഇതുപോലെ കപ്പി വരുന്നുള്ളൂ. എന്തായാലും ഇത് നോക്കിയായിരുന്നു ഞാൻ. പറ്റുമെങ്കിൽ വെളിയിൽ നിന്ന് വാങ്ങി നാട്ടിൽ കൊണ്ടുപോകണം. കിടിലനാണ്. പിന്നെ വ്യൂ എന്നൊക്കെ പറഞ്ഞാൽ അന്യായ വ്യൂ ആണ്. ഈ ഒരു റൂട്ടിൽ കുറേ ടണൽസ് ഉണ്ട്, അത് മാത്രമേ ഉള്ളൂ പ്രശ്നം. ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ ഒരു ടണലാണ്. പിന്നെ നമ്മൾ കഴിഞ്ഞു എന്ന് വിചാരിക്കുമ്പോഴേക്കും അവരുടെ ഒരു ഗിഫ്റ്റ് ബോക്സ് പോലെ കൊണ്ടുവന്നു. ഗിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അറിയാലോ, ഫുഡ് തന്നെ. സോ ഇതെനിക്ക് തോന്നുന്നത് ഒക്ടോബസിൻ്റെ ബോയിൽഡ് ലെഗ്സ് പോലെയാണ്. സെക്കൻഡ്ലി വരുന്നത് ഇതിൻ്റെ അത് കുറേ തോന്നുന്നു ബദാം. അത് കൊള്ളാമല്ലോ, ബദാം വന്നായിരുന്നു. പിന്നെ ഇതെന്താ, ഇത് മറ്റേ മീറ്റാണ്. എനിക്കൊന്നും ഒരു ലഞ്ചൻ മീറ്റ് പോലത്തെ സംഭവമാണ് ബീഫിൻ്റെ. പിന്നെ വന്നത് ഒരു ബിസ്ക്കറ്റാണ്. ഇതൊന്നും ആക്ച്വലി വലിയ ടേസ്റ്റ് ഇല്ല കേട്ടോ ഈ സ്നാക്സ് ഒന്നും. ഇവരുടെ സ്നാക്സ് ഒക്കെ അങ്ങനെ എല്ലാവർക്കും ഇത് കൊള്ളായിരുന്നു. ചോക്ലേറ്റ് ഇത് നല്ല ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ടൈപ്പ് സ്നാക്സ് ഒന്നും അല്ല, ചിലത് മാത്രമേ ഇഷ്ടപ്പെടുള്ളൂ. ആൻഡ് ഫൈനലി ഇതെന്തോ ഒരു മിൽക്ക് ബിക്കീസ് പോലത്തെ ഒരു ബിസ്ക്കറ്റും വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇതൊക്കെ നിങ്ങൾ ആലോചിക്കണം, നമ്മൾ ഈ സ്പീഡ് വെളിയിൽ 24 വെളിയിൽ 4 ഡിഗ്രി എങ്ങാണ്ടാണ്, -4 ആണ്, അകത്ത് 24 ഡിഗ്രീസ്. ട്രെയിൻ കുറച്ച് സ്പീഡ് കുറവാണ്, ഇപ്പോൾ ഒരു 183 കിലോമീറ്ററിലേ പോകുന്നുള്ളൂ. ആൻഡ് ഇതുപോലെ എന്താ പറയുക, ഓപ്പൺ ഫീൽഡ്സ് ആണ്. എനിക്കൊന്ന് ഈ ചോങ്ചിങ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇതുപോലെ ഒരുപാട് ഓപ്പൺ ഫീൽഡ്സ് ഉണ്ട്. കുറച്ച് നേരം സുഖമായിട്ട് കിടന്നുറങ്ങി. വാട്ട് എ കംഫർട്ടബിൾ ട്രെയിൻ ജേർണി ഗൈസ്. സോ നമ്മളിപ്പോൾ ഷെൻയാങ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അതിൻ്റെ നോർത്ത് സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നത്. നമ്മളിവിടെ മെയിൻ സ്റ്റേഷൻ. സോ ഒരു 12 മിനിറ്റും കൂടെ നമ്മൾ ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ്യും. ഒന്നൊന്നര എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പം ഒരാൾ മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാവരും പോയതുകൊണ്ട് ഞാൻ വോയിസ് ഇട്ട് വീഡിയോ ചെയ്യാണ്. വാട്ട് എ എക്സ്പീരിയൻസ്, വാട്ട് എ ട്രെയിൻ. ഇത് ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഏറ്റവും പോപ്പുലർ റൂട്ട് ഷാങ്ഹായ് ബീജിങ്ങാണ്. നോർമൽ ടിക്കറ്റ് ഒരു 7,000 രൂപയാണെങ്കിൽ ബിസിനസ് ക്ലാസ് 21,000 22,000 ഒക്കെയാണ്, 3 ഇരട്ടിയാണ്. പക്ഷേ ഈ ചെറിയ ഡിസ്റ്റൻസ്, ഈ 1 മണിക്കൂറിനൊക്കെ ആണെങ്കിൽ നമുക്ക് ബിസിനസ് ക്ലാസ് എക്സ്പീരിയൻസ് ചെയ്യാം. 1 മണിക്കൂറിന് വരെ അവർ ഫുഡും നമുക്കതുപോലെ ലൗഞ്ചും അറ്റൻഡൻറ്റും എല്ലാ പേഴ്സണൽ ചോയ്സ് സ്ലിപ്പേഴ്സ് എവറിത്തിങ് ദേ ഗിവിങ്, ജ്യൂസ് എവറിത്തിങ്. സോ അതിന് സാധാരണ ഒരു ക്ലാസ്സിൽ 1000 രൂപയാണെങ്കിൽ ഇതിലിപ്പോൾ 2200 രൂപയുള്ളൂ. അത് കുഴപ്പമില്ലല്ലോ, നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനും പറ്റും. ഒരാൾ ദൂരെ വരുന്നുണ്ട് കേട്ടാ. ആദ്യമായിട്ട് ചൈനയിൽ വന്നിട്ട് 1.5 മണിക്കൂർ കാണാതിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? ഫുഡ് കിട്ടിയാ? ഫുഡ് കിട്ടി. എന്താ കഴിച്ചേ? അവിടെ അടുത്ത ആ സാധനം തന്നു. 2 ഫുഡ് ഉണ്ടായിരുന്നു. റൈസ്, ബീഫ്, പ്രോൺസ് അതൊക്കെ ആയിരുന്നോ? കിട്ടിയാ? എങ്ങനെയുണ്ട് ട്രെയിൻ? എന്റെ അമ്മ കടക്കാൻ തന്നെ, പക്ഷെ കടന്ന് ഉറങ്ങിപ്പോകുന്ന എനിക്കറിയാം. പക്ഷെ അവര് തന്നെ വിളിച്ചിറക്കും, എല്ലാം ചെയ്യും. ഫ്ലൈറ്റിലെ ബിസിനസ് ക്ലാസ് മാറി വെക്കില്ലേ? പുതപ്പിച്ച് തരുവോ? പുതപ്പൊക്കെ ഉണ്ടായിരുന്നോ? എല്ലാം ഉണ്ടായിരുന്നു. എനിക്കത് കണ്ടില്ലേ? ഇല്ല, അടിപൊളിയായിരുന്നു. ഓക്കെ, ഇനി ഇവിടുന്ന് നേരെ മെട്രോ പിടിച്ച് എയർപോർട്ടിലേക്ക്. ഓക്കെ, 1.5 മണിക്കൂറിൽ എത്തണം. പൊളിയല്ലേ? പൊളിയായിരുന്നു. വേർത്തായില്ലേ വന്നത്? വേറെ ലെവലായിരുന്നു. അതാണ് ചൈനയിലെ ബിസിനസ് ക്ലാസ് ട്രെയിൻ. 1.5 മണിക്കൂർ പെട്ടെന്ന് പോയോ? അതാ പ്രശ്നം. ഇതൊരു മിനിമം 7 മണിക്കൂറെങ്കിലും വേണം നമുക്ക്. കടക്കണൊക്കെ ഫുൾ അങ്ങ്, പക്ഷെ കടക്കാൻ പറ്റിയില്ല. അത് പ്രശ്നം. നമുക്ക് ആ ഡാൻഡോങ്ങിൽ നിന്ന് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു. റേറ്റ് കുറച്ച് കുറവുമായിരുന്നു. ഇത് നമ്മൾ കണ്ടന്റിന് വേണ്ടി, ബിസിനസ് ക്ലാസ് എക്സ്പീരിയൻസിന് വേണ്ടി ഏതോ ഒരു സ്ഥലത്ത് ഇപ്പോൾ വന്ന് ട്രെയിൻ പിടിച്ച് ബിസിനസ് ക്ലാസ്സിൽ വന്ന് ഇവിടെ നിന്ന് ഇനി 1.5 മണിക്കൂർ മെട്രോ യാത്ര ചെയ്ത് അവിടെ നിന്ന് ഫ്ലൈറ്റ് വേറെ ഏതോ എയർപോർട്ടിൽ നിർത്തിയിട്ടൊക്കെയാണ് പോകുന്നത്. ഇത്രയും കറങ്ങി പോകണം, പക്ഷേ ബിസിനസ് ക്ലാസ്. അതെ, അല്ലെങ്കിൽ ഒരു 3 മണിക്കൂറിൽ എത്തേണ്ട ഇപ്പോൾ നമ്മൾ 11 മണിക്കൂറിൽ എത്തുന്നത്. ശരിക്കും എനിക്ക് എന്നോട് തന്നെ ചോദിക്കാനുണ്ട്, ജഫ്രി, നമുക്ക് വട്ടാണല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കാം, അവിടെ നിന്ന് സുഖമായിട്ട് ടാക്സിയും പിടിച്ച് 3 മണിക്കൂറിൽ യാത്ര ചെയ്യാൻ പറ്റുന്ന സ്ഥലത്ത്
ഇത്രയും തിരക്കിൽ 2 മെട്രോയും മാറി ഇത്രയും ബാഗും ഒരു ട്രെയിനും കയറി ഇനി ഒരു എയർപോർട്ടിൽ പോയി ചെക്ക് ഇൻ ചെയ്ത് അവിടെ നിന്ന് ഒരു ഫ്ലൈറ്റ് എടുത്ത് ആ ഫ്ലൈറ്റ് അവിടെ 1.5 മണിക്കൂർ നിർത്തിയിടും. പിന്നെ അവിടെ നിന്ന് ഒരു 1.5 മണിക്കൂർ, 6 മണിക്കൂർ, മൊത്തം 6 മണിക്കൂർ രാത്രിയാകുമ്പോൾ ചെല്ലും. അതെ. എന്നാലും ചൈനയിലെ ബിസിനസ് ക്ലാസ് കാണിക്കണ്ട നമുക്ക്. എന്തായാലും മെട്രോയിൽ കയറി ഞങ്ങളിനി എക്സിറ്റ് സിയിൽ കൂടെ ഇറങ്ങുക, നേരെ എയർപോർട്ടിൽ കയറും. എന്ത് സൗകര്യം അല്ലേ! ആ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മെട്രോ അകത്ത് തന്നെ, ആ മെട്രോയിൽ നിന്ന് നേരെ അകത്ത് എയർപോർട്ടിലേക്ക്. ഹെൽപ്പിംഗ് മെന്റാലിറ്റി. ആ എല്ലാവരും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു 4 പേര് ഓടി വരും. ആ നമ്മളെ ഹെൽപ്പ് ചെയ്ത് സെറ്റ് ആക്കിയിട്ട് അതെ, വേണമെങ്കിൽ കൂടെയും വരും. ഇത് കണ്ട മെട്രോന്ന് നേരെ എയർപോർട്ടിൻ്റെ അകത്തേക്ക്. ഈ സൈഡിൽ കൂടെ ഇൻ്റർനാഷണൽ ഡിപ്പാച്ചേഴ്സ്. ഇത് കണ്ട ഈ സൈഡിൽ കൂടെ ഡൊമസ്റ്റിക് ഡിപ്പാച്ചേഴ്സ്. മൈ ഗോഡ്, ജപ്പാൻ ഇസ് അല്ല സോറി, എപ്പോഴും പറയും ജപ്പാൻ എന്നാണ് വരുന്നത്. ചൈന ഇസ് ലിവിങ് ഇൻ 2050. അങ്ങോട്ടല്ല, ഈ ജെഫ്രി. ഇത് നമ്മുടെ ഒരു സ്റ്റാൻഡേർഡ് ഇൻ്റർനാഷണൽ എയർപോർട്ട് പോലെ വലിയ എയർപോർട്ട്. എനിക്കൊരു ഖത്തർ എയർപോർട്ടിനൊക്കെ ഒരു ലുക്കായിട്ടാണ് തോന്നുന്നത്. മോഡേൺ എയർപോർട്ടാണ്. പക്ഷേ ഇവിടെ നമ്മൾ ബിസിനസ് ക്ലാസ് എടുത്തുകൊണ്ട് നമുക്ക് എന്തെങ്കിലും സ്പെഷ്യൽ പരിഗണന ഉണ്ടോ എന്ന് നോക്കാം. അത് കാണുമല്ലോ. ജസ്റ്റ് ഈ ഒരു കൺട്രിയിൽ നിന്നുള്ള ചൈനീസ് എയർലൈൻസ് ആണ് ക്യാപിറ്റൽ, ലക്കി, ടൈഷാൻ, എയർ ഗുയിലിനോ എന്തോ, GX എയർലൈൻസ്, വെസ്റ്റ് എയർ, എയർ ഷാങ്ഹായ്. ഒന്നും നമ്മൾ കേട്ടിട്ടില്ലല്ലോ. അങ്ങനത്തെ 16 ഡൊമസ്റ്റിക് ഫ്ലൈറ്റ്സ് ആണ് ചൈനയ്ക്കുള്ളത്. നമുക്കോ പണ്ട് കിങ്ഫിഷർ എയർലൈൻസും മറ്റേ ഇന്ത്യൻ എയർലൈൻസും ജെറ്റ് എയർവേസും ഒക്കെ ഉള്ളപ്പോൾ ഉള്ള ഫ്ലൈയിങ് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, ഇന്നത്തെ കാലത്ത് നമുക്ക് സ്വപ്നം കാണാൻ പോലും പറ്റില്ല. അത്രയും ഹൊറബിളായി എല്ലാ ഡൊമസ്റ്റിക് എയർലൈൻസും. എനിക്കൊന്ന് വിസ്താരം മാത്രമുള്ള ഒല്ലയിൽ കുറച്ച് ബെറ്റർ. അയ്യോ, അപ്പൊ എന്താ അല്ലേ, ഒന്ന് ആലോചിക്കും. ഡൊമസ്റ്റിക് ഫ്ലൈറ്റിലാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തവർ. അതിൽ തന്നെ ഫസ്റ്റ് ക്ലാസ് ആൻഡ് ബിസിനസ് ക്ലാസ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഫുൾ ലക്ഷറിയാണ്. ലക്ഷറി അടിപൊളി ബിസിനസ് ക്ലാസ്, ട്രെയിനിന്റെ ലൗഞ്ച്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇപ്പൊ വെയിറ്റ് ഒക്കെ എനിക്ക് അവർ നോക്കുന്നൊന്നുമില്ല, എല്ലാം കയറ്റി വിടുവാണ് അങ്ങോട്ട്. പിന്നെ ഇനി എന്താണെന്നറിയോ, ഡൊമസ്റ്റിക്കിന് ഇവിടെ ലൗഞ്ച് ഉണ്ട്. സോ നമുക്ക് ഇഷ്ടം മാതിരി സമയമുണ്ട്. നേരെ നമുക്ക് അതെ, അപ്പൊ നമുക്ക് നേരെ ലൗഞ്ചിലേക്ക് പോവാം. നോക്കാമല്ലോ എങ്ങനെയുണ്ടെന്ന് ചൈനയുടെ ഡൊമസ്റ്റിക് ലൗഞ്ച്. ഈ കാണുന്നത് ഡൊമസ്റ്റിക് എയർപോർട്ടാണ്. നമ്മുടെ നാടിന് ഇവിടെ ഒരുവിധം മിക്ക രാജ്യത്തെയും കാട്ടി വലിയ ഇൻ്റർനാഷണൽ എയർപോർട്ടിനെ കാട്ടി വലുതാണ് ഇവിടുത്തെ ഡൊമസ്റ്റിക് എയർപോർട്ട്സ്. പക്ഷേ ഒരു കാര്യം ഉറപ്പായത്, ഈ എയർപോർട്ട്സിലൊക്കെ ഭയങ്കരമായിട്ട് സെയിൽസ് നടക്കുന്നുണ്ട്. ആൻഡ് എല്ലാം ആ ഒരു രാജ്യത്തെ, ഇപ്പോൾ ഷെന്യാൻ ആണെങ്കിൽ ഷെന്യാൻ, അങ്ങനെ ഷാങ്ങിൻ്റെ അവിടുത്തെ മെയിൻ സാധനങ്ങൾ അവരെന്തായാലും വെപ്പിക്കും. ഇപ്പോൾ ഹാർബിനിലൊക്കെ ഐസിൻ്റെ സാധനങ്ങളും പിന്നെ അവിടെ മിൽക്കും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരിക്കും. ഇവിടെ എനിക്കറിയാം, നമ്മൾ ഈ സിറ്റി ഒന്നും എക്സ്പ്ലോർ ചെയ്തില്ല. വലിയ സിറ്റിയാന്ന് തോന്നുന്നത് ഷെന്യാൻ. ഓക്കെ, ഓരോ ഇതും ചൈനീസ്, ഓരോ ഷോപ്സ് വരെ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്ന, അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രക്ചർ തന്നെ കണ്ട ഒരു ചൈനീസ് ഹൗസസും പാലസും പോലെയാണ് ഡെക്കറേഷൻ. ഇല്ല, വേറൊരു സംഭവം എന്താ അറിയോ, നമ്മളെ നാട് പോലെ നമ്മളിവിടെ വിശന്ന് വന്നു കഴിഞ്ഞാൽ ലോഞ്ച് കയറിയില്ലെങ്കിൽ പോലും വെളിയിൽ വധിച്ചു കൊള്ളില്ല. ഓൾമോസ്റ്റ് വെളിയിനെ കാട്ടി ഓൾമോസ്റ്റ് സെയിം റേറ്റ്, അല്ലെങ്കിൽ ഒരു 10-20% റേറ്റ് ഒക്കെ മെക്ഡോണൾഡ്സിലൊക്കെ കൂടുതൽ കാണുന്നുള്ളൂ. നാട്ടിൽ ഒരു തവണ എന്താ ഇതിന് ഇഡ്ഡലിയും 3 ഇഡ്ഡലിയും ഒരു സാമ്പാറും കട 450 റുപ്പീസ് ആയിരുന്നു. എന്തായാലും ലോഞ്ചിലേക്ക് കയറട്ടെ. എനിക്കൊന്ന് നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ലൗഞ്ച് ഇതാണ്. പക്ഷേ എനിക്കൊന്ന് മിനിമം ഇതിൻ്റെ അകത്ത്, ഈ ഒരു എയർപോർട്ടിൻ്റെ അകത്ത് അവിടെയൊക്കെ നമ്മൾ ഓരോ ലോഞ്ച് കണ്ട് ഒരു 4-5 ലോഞ്ച് മിനിമം കാണും ഈ ഒരു എയർപോർട്ടിൽ, ഡൊമസ്റ്റിക്കിന് മാത്രം. ഒരു ലോഞ്ചിന് അത്യാവശ്യമായിട്ടുള്ള സാധനം ഇതുപോലത്തെ റിലാക്സിങ് ഏരിയ ആണ്. അതിവിടെ ആവശ്യത്തിനുള്ള ഒരു സ്പേസ് ഉണ്ട്. ഇവിടെ നമുക്ക് ഡ്രിങ്ക്സ് ഒക്കെ ഇവിടെ നിന്ന് തന്നെ എടുക്കാം. കൊക്കക്കോളയും പെപ്സിയൊക്കെ ഉണ്ട് കണ്ട. അതുപോലെ തന്നെ ലോഞ്ചിൻ്റെ അകത്ത് നല്ല ബാത്റൂം, ഇൻക്ലൂഡിങ് ഷവർ റൂം ഉണ്ട്. അതില്ലെങ്കിൽ പോലും അറ്റ്ലീസ്റ്റ് ബാത്റൂം എങ്കിലും എല്ലാ ലോഞ്ചിലും വേണം. ഇവിടെ കുറച്ച് കപ്പ് നൂഡിൽസ് വെച്ചിട്ടുണ്ട്, പിന്നെ കുറച്ച് കോഫി, പിന്നെ ഡ്രിങ്ക്സ് ഒക്കെ അവിടെയുണ്ട്. ഇവിടെയൊക്കെ സ്നാക്സ് ആണ്, കുറേ ടൈപ്പ് സ്നാക്സ് വെച്ചിട്ടുണ്ട്. പീസും അതുപോലെ തന്നെ കേക്ക്, ബിസ്ക്കറ്റ്സ്, റൈസ്, മറ്റേ നമ്മുടെ പൊരി വെച്ചുണ്ടാക്കിയത്, വെള്ളം, പെപ്സി കോക്കൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ എനിക്കൊന്നും അവർ റീഫിൽ ചെയ്യാൻ പോയിട്ടേ ഉള്ളൂ. ഫുഡൊന്നും എനിക്ക് നമ്മുടെ കൊച്ചി എയർപോർട്ടിന് അത്രയൊന്നും വെറൈറ്റി ആയിട്ടൊന്നും തോന്നിയില്ല. പിന്നെ ഒരു ഡൊമസ്റ്റിക് ലോഞ്ച് അല്ലേ, അപ്പോൾ ലഞ്ച് ടൈം 11 തൊട്ട് 1 വരെ അത് കഴിഞ്ഞു എന്ന് തോന്നുന്നു. അതാണ് കറക്റ്റ് ടൈംസ് ഉണ്ട്. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ കൊച്ചി എയർപോർട്ടിൽ ഫുഡ് മച്ച് ബെറ്റർ. ഫുൾ ടൈം ഫുഡ് ഉണ്ടല്ലോ. സ്നാക്സ്
ഈ സ്നാക്സ് ട്രെയിനിൽ നന്നായി ഫുഡ് കഴിച്ചല്ലേ, ഇരിക്കാൻ നല്ല സ്ഥലമുണ്ടല്ലോ, അതാ മെയിൻ. വാഷ്റൂമും നല്ല ക്ലീൻ. ഇത് പുരിയില്ലേ, പുരിയിൽ ഹണി. അടുത്തത് ഇവിടെ സ്നാക്സ്, ചൈനീസ് സ്നാക്സ് ഒക്കെ വേറെ ലെവലാട്ടാ. ബിസ്ക്കറ്റാണ്, ഭയങ്കര ലൈറ്റ് ബിസ്ക്കറ്റാ. നമ്മുടെ ക്രാക്ക് ജാക്കിന്റെ ഒരു ബെറ്റർ വേർഷൻ. അതുപോലെ അടുത്ത ബിസ്ക്കറ്റ് ഇത് ചീസ് ബിസ്ക്കറ്റിന്റെ ടേസ്റ്റ്. നമ്മുടെ ചീസ് വിങ്സ് ഇല്ലേ നാട്ടില്, കൊച്ചു കൊച്ചു ചീസ് ബിസ്ക്കറ്റ് കിട്ടുന്നത്, അതിന്റെ ഒരു വലിയ വേർഷൻ. ഇത്രയും സ്നാക്സും നൂഡിൽസും ധാരാളമാണല്ലോ. ആൻഡ് ഫൈനലി കപ്പ് നൂഡിൽസ്. ശരിക്കും പറഞ്ഞാൽ വയറ് നിറഞ്ഞു കേട്ടാ. ഇവർക്ക് എന്ത് ഫുഡ് കൊടുത്താലും കപ്പ് നൂഡിൽസ് കിട്ടുന്നതിനെക്കാട്ടി സന്തോഷം വേറെ ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. ജീവനായി ഇത് കണ്ടു കഴിഞ്ഞാൽ അവരുടെ വീക്ക്നെസ്. എല്ലാ ദിവസവും കഴിക്കും. എന്തല്ല ഒരു നമ്മുടെ ഒരു റെസ്റ്റോറൻറ്റ് ക്വാളിറ്റി നൂഡിൽസ് ആണ് ഇവരുടെ കപ്പ് നൂഡിൽസ്. ബീഫ് ഫ്ലേവർ, റിയലി യം. മിക്കവാറും നമ്മളെ ആരിവിടെ നിന്നാലും കപ്പ് നൂഡിൽസ് അഡിക്റ്റ് ആവും. അധികം മനുഷ്യർ കഴിക്കേണ്ട മിക്കവാറും ഫ്ലൈറ്റിലും ഫുഡ് കാണും. സോ ഫുഡൊക്കെ കഴിഞ്ഞ് ഇനി ഇവിടെ ഇരുന്ന് റിലാക്സ് ചെയ്യാൻ ഏകദേശം 1 മണിക്കൂറുണ്ട്. ദിസ് ഇസ് വാട്ട് എ ഗുഡ് ലോഞ്ച് എക്സ്പീരിയൻസ് ഷുഡ് ബി. ഫുഡൊന്നും അങ്ങനെ ഭയങ്കര കല്യാണ വീട് പോലെ ഗ്രാൻഡ് ആവണമെന്നില്ല. കഴിക്കാൻ നല്ല കുറച്ച് ഫുഡ്, ഇതുപോലെ കുറച്ച് സ്നാക്സ്, ഇരുന്ന് റിലാക്സ് ചെയ്യാൻ നല്ല ലോഞ്ചും നല്ല ബാത്റൂം. ഇവിടുത്തെ ബാത്റൂംസിലൊക്കെ ഹാൻഡ് ക്രീം വരെ വെച്ചിട്ടുണ്ട്, അറിയും. പിന്നെ ഞാൻ ഒരു ഗ്രീൻ ടീ എടുത്തിട്ടുണ്ട്, ഒരു ഐസ് അമേരിക്കാനോ, കുറച്ച് ഗ്രീൻ പീസ്. പിന്നെ അതെ ഇവിടെ നിന്നുള്ള നല്ല കിടിലം വ്യൂ. ഇനി ഫ്ലൈറ്റും കൂടെ അടിപൊളിയാണെങ്കിൽ ഇന്നത്തെ ഡേ ഫുൾ സെറ്റ്. അടിപൊളിയായിരിക്കുമല്ലോ. അതെ, സ്വാഭാവികം. ഗൈസ്, അപ്പോൾ നമ്മൾ ലോഞ്ചിൽ നിന്നൊക്കെ ഇറങ്ങി. ഇനിയും ഉണ്ട് കേട്ടോ, ഏകദേശം ഒരു 1.25 മണിക്കൂറുണ്ട്. പക്ഷേ എയർപോർട്ട് ഒന്ന് ചുറ്റിക്കറങ്ങി. ഭയങ്കര ഇഷ്ടമാണ് എയർപോർട്ടിൽ ഇങ്ങനെ ചുമ്മാ നടക്കാൻ. ഒന്നും വാങ്ങാതിരുന്നാൽ മതിയായിരുന്നു. എന്തായാലും ഒന്ന് നോക്കട്ടെ നമുക്ക് എന്താ എയർപോർട്ടിൽ സ്പെഷ്യലായിട്ട് കാണിക്കാനുള്ളതെന്ന്. നമുക്ക് ഡൊമസ്റ്റിക് എയർപോർട്ടിൽ നിന്ന് ഇനി എന്തായാലും ഒരു സന്തോഷ വാർത്തയുണ്ട്. ഒരു മിഠായി പോലും വാങ്ങാൻ പറ്റില്ല. എന്താണെന്നറിയില്ലേ വെയിറ്റ്, പെട്ടിയുടെ വെയിറ്റ് 2.5 കിലോന് നമ്മള് 2.5 കിലോ ദില്ലു 2.5 കിലോ ഞാൻ ശരീരത്തെ കയറ്റണം. അതിൽ കൂടുതൽ കയറ്റണം. ഇപ്പൊ ഇവിടെ നോക്കിയപ്പോ 26 ഇവിടെ ബിസിനസ് ക്ലാസ് ആയതുകൊണ്ട് കുഴപ്പമില്ല. തിരിച്ച് നാട്ടിലേക്ക് പോകുമ്പോ 20 കിലോ ഉള്ളു. ബിസിനസ് ക്ലാസ് ബുക്ക് ചെയ്യും. ആര്? അതില് ബിസിനസ് ക്ലാസ് ഇല്ല. എക്സ്ട്രാ ലഗേജ് കൊടുക്കാൻ എനിക്ക് ഭയങ്കര വിഷമമാണ്. ഇടുക ഒരു 4 ജാക്കറ്റും 2 സോക്സും 2 സോക്സ് 4 പാന്റ് ഇടുക. കണ്ടറിയാം ഒന്നും വേണ്ട. ആക്രാന്തം മനസ്സിലായത് നമ്മുടെ രണ്ടുപേരുടെ ആക്രാന്തം. രണ്ടുപേരുടെ അത് തന്നെ ഞാനും പറഞ്ഞേ. അതിന്റെ ഇടയ്ക്ക് ഇതേ ഇവിടെ ഇഷ്ടമാതിരി ബ്രാൻഡ്സും ഓഫേഴ്സും എല്ലാം ഉണ്ട് കേട്ടോ. കോച്ച് എല്ലാ ഹൈ എൻഡ് ബ്രാൻഡ്സ്. 2 പെർഫ്യൂം പണത്ത് കഴിഞ്ഞു. അതെ, വാങ്ങണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അതുപോലും വെക്കാൻ സ്ഥലമുണ്ട്, വെയിറ്റ് ഇല്ല. ജെഫ്രി ക്യൂ നിൽക്കരുത് കേട്ടാ. കാണും. അങ്ങനെ വന്നേ പാടാ അല്ലേ? ആ ലെവലായി പോയല്ലേ. തിരിച്ച് എയറേഷ്യയിലെ പോട്ടെ കേട്ടാ നാട്ടിലേക്ക്. ഒരു വഴിയുമില്ല. ഫ്രണ്ടിൽ പോ. സാറിന് പത്രാസൊക്കെ കണ്ടോണ്ടല്ലോ എന്റെ അമ്മ. ഇങ്ങനെ മറ്റേ വീശൊക്കെ കൊടുക്കുന്ന ബോർഡിംഗ് പാസ്. അയ്യണ ആൾക്കാർ കാണുന്നുമില്ല ട്രാവൽ വ്ളോഗ്. ഇനി വീട്ടിലിരുന്ന് കുടുംബം മറ്റേ പരദൂഷണമൊക്കെ പറയാൻ പോവാ. എന്തായാലും നമ്മുടെ സീറ്റ് എങ്ങനെയുണ്ട് നോക്കട്ടെ. ഒരു കുറച്ചെങ്കിലും ഒരു കംഫർട്ട് ആയാൽ മതിയായിരുന്നു. ലോക്കൽ ബിസിനസ് ക്ലാസ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഒരു അടിപൊളി ഒരു എയർ ഇന്ത്യയുടെ ഒക്കെ ഒരു ഓർമ്മ വരുന്നുണ്ട്. നല്ല വീതിയുള്ള സീറ്റ് ഉണ്ട്. നമുക്കിതേ നല്ല സോഫ്റ്റ് ഒരു ബ്ലാങ്കറ്റ് ഉണ്ട്. ഡൊമസ്റ്റിക് ആണ്. പിന്നെ ഒരു പില്ലോയും ഉണ്ട്. നല്ല സ്പേഷ്യസ്. 1 2 3 4 5 6 7 8. ഇതേ മുതലാളി ഇരിക്കുന്ന നോക്ക്. ഓ എന്ത് വേണം ജെഫ്രി? ഉറങ്ങിക്കോ, ഒറ്റ ഉറക്കം ഉറങ്ങിക്കോ. ഫുഡ് ഒന്നും ഞാൻ വിളിക്കില്ല കേട്ടാ, ഞാൻ വിളിക്കില്ല. എങ്ങനെയുണ്ട്? ജ്യൂസ് ഇസ് ഫൈൻ, താങ്ക് യു. നല്ല വെൽക്കം ഡ്രിങ്ക് ഒക്കെ കിട്ടിയിട്ടുണ്ട്. എന്താന്ന് നോക്കട്ടെ. ലൈം ജ്യൂസ് ആണോ? ഓറഞ്ച് ജ്യൂസാ? എന്താ ഈ കളറ്?
മൂസമ്പി പോലത്തെ എന്തോ ജ്യൂസാണ്. ഇംഗ്ലീഷ് നന്നായി സംസാരിക്കുന്നുണ്ട് എയർ ഹോസ്റ്റസ്. ഒരു ഡൊമസ്റ്റിക് അത്രയും ഞാൻ കേൾക്കാത്തൊരു ഫ്ലൈറ്റിൽ ഇങ്ങനത്തെ ഒരു സർവീസ് ഉണ്ടല്ലോ. ഇപ്പോഴും ബോർഡിങ് നടന്നുകൊണ്ടിരിക്കുക, പക്ഷേ ദേ ആർ ഗിവിങ് ജ്യൂസ് ആൻഡ് നോ, നമ്മൾ സെറ്റിൽ ചെയ്യാൻ നോക്കുന്നു, കംഫർട്ടബിൾ ആണോ എന്ന് ചോദിക്കുന്നു. അൺബിലീവബിൾ സർവീസ് ഇൻ ചൈന. ജപ്പാനാണ് വേറെ ലെവലിൽ വിചാരിച്ചിരുന്നത് ഈ സർവീസിൽ. ചൈന ഈസ് ടേക്കിംഗ് ഇറ്റ് എ നോച്ച് അപ്പ്. അൺബിലീവബിൾ. അത് ഇത്രയും ട്രാഫിക്കും ഇത്രയും പോപ്പുലേഷനും ഇത്രയും വർക്ക് ലോഡൊക്കെ ഉള്ളപ്പോഴും പിന്നെ ഒന്ന് കുനിഞ്ഞിരുന്നിട്ടൊക്കെയാണ് അവർ റെസ്പെക്റ്റോടൊക്കെയാണ് ചോദിക്കുന്നത്. കണ്ടോ എന്ത് വേണം കഴിക്കാൻ എന്നൊക്കെ. ജെഫ്രിനാണേ. നല്ല ഫ്ലൈറ്റ് കേട്ടോ. ഒരു സ്ഥലത്തും അഴുക്കും, പഴയതാണെങ്കിൽ പോലും അഴുക്കൊന്നുമില്ല. റിക്ലൈനൊക്കെ കണ്ടോ, നല്ല കിടിലൻ റിക്ലൈനും ഉണ്ട്. വെരി സ്പേഷ്യസ്, അടിപൊളി. ഫ്ലൈറ്റിൽ കയറി ടേക്ക് ഓഫ് ആയിട്ടില്ല, അതിനുമ്പ് ആളുറങ്ങി. എന്തൊരു മനുഷ്യനാന്ന് നോക്കിക്കേ. ആലോചിക്കായിരുന്നു, കണ്ടു തലയിട്ട് ഇങ്ങനെ കുലുക്കുന്നത്. സോ നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റിയാണ് ഷെൻയാങ്. പക്ഷേ ഐ തിങ്ക് സോ ഇറ്റ്സ് എ വെരി പോപ്പുലർ സിറ്റി. കാരണം ഇവിടുന്ന് ഒരുപാട് ഫ്ലൈറ്റ്സും ട്രെയിൻ കണക്ഷൻസ് ഒക്കെ പല സ്ഥലത്തേക്കും ചൈനയിലേക്ക് കാണിക്കുന്നുണ്ട്. സോ ഐ തിങ്ക് സോ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സിറ്റി. എന്താ സ്പെഷ്യാലിറ്റീന്ന് മേ ബി നെക്സ്റ്റ് ടൈം വന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ എന്താണ് നമുക്ക് കാണാനുള്ളത്, എക്സ്പ്ലോർ ചെയ്യാനുള്ളതെന്നും. നല്ല തണുപ്പുണ്ട്, ധാരാനോ. കാരണം ഔട്ട്സൈഡ് വെതേഴ്സ് ലൈക്ക് അറൗണ്ട് -8. നല്ല രസമുണ്ട്. നല്ല പിങ്ക് സ്കൈ, ട്വൈലൈറ്റ് കളർ. ദേ ഇവിടെ നിന്ന് നമുക്ക് സൺസെറ്റും കാണാം കുറച്ചെങ്കിലും. വീണ്ടും ഇറങ്ങി. ടേക്ക് ഓഫ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഇറങ്ങി. ഫുൾ സെറ്റാണ്. മിക്കവാറും അവിടെ എത്തുമ്പോഴേക്കും വയറ് പൊട്ടും. ലോഞ്ച് ചെയ്ത് കുറേ കഴിച്ചു. ഇതവിടെ കുറച്ച് ബിസ്ക്കറ്റ്സും നട്ട്സും കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. ഇവര് ഇത് നമ്മളൊരു പണ്ടത്തെ മിൽക്ക് പിക്കീസ് ഓർമ്മയുണ്ടോ, അതിൻ്റെ ഒരു ടേസ്റ്റ് ആയിരുന്നു. ഇത് ശരിക്കും ഒരു ഇൻ്റർനാഷണൽ ഫ്ലൈറ്റിൻ്റെ ബിസിനസ് ക്ലാസ് പോലെയുണ്ട് കേട്ടോ. അവരിത് വിസ്കിയൊന്നുമല്ല, ആപ്പിൾ ജ്യൂസാണ്. ആപ്പിൾ ജ്യൂസും നട്ട്സും ടേക്ക് ഓഫ് ചെയ്ത് സീറ്റ് ബെൽറ്റ് സൈൻ മാറ്റി ഒരു 5 മിനിറ്റിൽ കൊണ്ടുവന്നു. ആൻഡ് നമ്മൾ പറക്കുന്ന ഏതൊക്കെയോ മൗണ്ടൻ റേഞ്ചസിൻ്റെ മുകളിൽ കൂടെയാന്ന് തോന്നുന്നു. അവിടെ കുറേ വിൻഡ് മിൽസ് ഒക്കെ കാണാം എനിക്ക്. മൗണ്ടൻസ്, ഫ്രോസൺ ലേക്സ്, ഇങ്ങനെ കിടക്കുമല്ലോ ചൈനയ്ക്ക് സ്ഥലങ്ങൾ. ഷോ. ആൻഡ് ഇത് കണ്ട ഡൈനിങ്ങിന് അവർ ടേബിളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കും. താങ്ക് യു. എൻ്റെ അമ്മോ, ഓ താങ്ക് യു. സോ ഫ്ലൈറ്റിലെ മീലാണ്. This is beef, roast beef, rice, some chili, oil, soup, water chestnut soup. Thank you. Cheesecake, blueberry cheesecake, fresh fruits. എന്താ ഇത്? And you have some salad. സൂപ്പ് നോക്കട്ടെ. ഒട്ടും ലൈറ്റിലാട്ടാ. ചിലപ്പോൾ നമ്മുടെ പുതിയ ക്യാമറയിൽ എടുക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ കാണാൻ പറ്റുമായിരിക്കും. Oh wow. It's a chestnut and chicken soup. ഒരു ബ്രോത്ത് പോലെയാണ് ഇത്. കണ്ടോ, ഇതിൽ ഈ ചെസ്നട്ടിൻ്റെ ഫ്ലേവർ മൊത്തം ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ ചിക്കൻ ബ്രോത്താണ്, ചിക്കൻ വേവിച്ച വെള്ളമാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. സോ ഇറ്റ്സ് വെരി ലൈറ്റ്, വെരി ഹൈഡ്രേറ്റിംഗ്. ഇറ്റ്സ് സോ ഗുഡ് ഓൺ ദ ഫ്ലൈറ്റ്. നല്ലൊരു ഫ്ലൈറ്റിൽ തുടങ്ങാൻ പറ്റിയ ഒരു സംഭവമാണിത്. ഇതൊന്നും പോരാതെ അവർ ബൺസ് സെർവ് ചെയ്യുന്നുണ്ട്. അല്ലാതെ ഗാർലിക് ബ്രെഡ്. താങ്ക് യു. ഇതെന്താ ആദ്യം കേട്ടോ, അച്ചാറ് പോലെ വല്ലതും ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഗാർലിക് ബ്രെഡിൻ്റെ മണം ഇവിടം വരെ കിട്ടുന്നുണ്ട്. നല്ലൊരു അച്ചാറ് ചോറിനോട് സംഭവമായിരിക്കുന്നത്. ഗാർലിക് ബ്രെഡ്, ഗാർലിക് ബ്രെഡ്. നമ്മുടെ ഒരു പിസ്സാട്ടിലൊക്കെ കിട്ടുന്ന ഗാർലിക് ബ്രെഡിൻ്റെ ഒരു ടേസ്റ്റ്. അച്ചാറും കൂടെ മുക്കി കഴിച്ചാൽ സെറ്റായി. ക്യാമറ ഓൺ ചെയ്യുന്നതിന് മുമ്പ് അവർ അടുത്ത സർവീസ് കിടക്കും. പിന്നെ ഹോട്ട് ടൗണിൽ കൊണ്ടുവരുന്നു. എന്തൊരു സർവീസ് ഇത്. എന്തായാലും നമുക്ക് ഈ പോർക്ക് കണ്ടിട്ട് എനിക്ക് ഭയങ്കര കൊതിയാവുന്നേ. ലെറ്റ് മീ ജസ്റ്റ് ടേക്ക് ദിസ്. ജസ്റ്റ് ബിഗ് സ്ലൈസസ് ഓഫ് പോർക്ക് ആണ്. ലഞ്ചൻ മീറ്റ് പോലെ ഉണ്ട്. ഓ
റോസ് പോക്കാണ്. കോൾഡ് ആണ്, ഇറ്റ്സ് ലൈക്ക് എ റോസ് പോക്ക് ക്രിസ്പി സാലഡ്. കാരണം പോക്ക് ഉണ്ട്, അതുപോലെ തന്നെ പീനട്സും ഉണ്ട്. എന്തോ ഫാറ്റ്നെസ് ആക്കാൻ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് എന്തോ റാഡിഷ് പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. മെയിൻ കോഴ്സ് ബീഫ് സ്റ്റൂ പോലെ എന്തോ ആണ്. ബീഫ് ഒന്നും കുത്താൻ പറ്റില്ല, ജെല്ലി പോലെ ഇരിക്കും, അത്രയും എന്താ ബീഫാണ്. ഫ്ലേവർ എന്താന്ന് നോക്കട്ടെ. കോണ്ടിനെന്റൽ ഫ്ലേവർ ആണ്. നമ്മുടെ ഒരു റോസ്റ്റ് എന്താ ക്രീമി ബീഫ് എന്നൊക്കെ പറയുന്ന പോലെ നല്ല മീറ്റ് ടേസ്റ്റ് ഉണ്ട്. ഇതും ചോറും സ്പൈസി ഇല്ലാത്തോണ്ട് അച്ചാറും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഒരു കിടിലം മീലായിരിക്കും. അൺബിലീവബിളി ടേസ്റ്റി ഫുഡ്. ട്രെയിനിലാണെങ്കിലും പ്ലെയിനിലാണെങ്കിലും എന്തായാലും ഒരു ഫൈൻ ഡൈനിങ്ങിന്റെ ഫീലിംഗ് തന്നെയാണ് രണ്ടിടത്തും, ട്രെയിനിലും പ്ലെയിനിലും. ചോറില് ഈ ചില്ലി ഓയിലും ഇട്ട് മിക്സ് ചെയ്ത് കുറച്ച് ബീഫും കൂടെ എടുത്ത് ഇട്ട് കഴിഞ്ഞ് എൻ്റെ പൊന്നും മക്കളെ എന്തൊരു ടേസ്റ്റാണെന്നറിയോ. ഇറ്റ്സ് ഓയിലി, ഇറ്റ് ഇസ് ഫാറ്റി, സ്പൈസി, സോൾട്ടി. എനിക്ക് തന്നെ കൊതിയാവുന്നു, എൻ്റെ വൈകുന്നേരം തുപ്പല് വരുന്നു. നോക്കട്ടെ, ഇനി ഇവിടെ ഡെസേർട്ടും കൂടെ ഒന്ന്, അത് ഇത്രയും എല്ലാം നന്നായി കഴിഞ്ഞാൽ ഇതും അടിപൊളിയായിരിക്കുമല്ലോ. ഐസ്ക്രീം, ഫ്രഷ് ബ്ലൂബെറിയുടെ ഒക്കെ ഒരു ടേസ്റ്റ് വരുന്നത്. ഇറ്റ്സ് നോട്ട് എ ബ്ലൂബെറി ചീസ് കേക്ക്, ഇറ്റ്സ് ലൈക്ക് എ മൂസ് കേക്ക്. ബ്ലൂബെറിയുടെ മൂസും അടിയിൽ ചോക്ലേറ്റ് സ്പഞ്ചും. യു ഗോട്ട് ലോട്ട് ഓഫ് ബ്ലൂബെറി ബിറ്റ്സ് ഇൻ ദിസ്. ഐ എം ജസ്റ്റ് മൈൻഡ് ബ്ലോ. ഞാൻ ഇങ്ങനെ യാത്രകളിൽ മൈൻഡ് ബ്ലോ ആവുന്ന കുറവാണ്. നമുക്കിപ്പോ ഖത്തറിലും എമിറേറ്റ്സിലും സിംഗപ്പൂരിലൊക്കെ എക്സ്പെക്ട് ചെയ്യാം ബിസിനസ് ക്ലാസ്സിൽ അടിപൊളിയായിരിക്കും, സെറ്റപ്പ് ആയിരിക്കും. പക്ഷെ ഞാൻ ഇതുകൂടെ പറയാം, റേറ്റ് നമ്മുടെ ഇതിന്റെ ഇക്കോണമിക്ക് 10 രൂപയാണ് വരുന്നത്. ഈ ഏകദേശം 5.5 മണിക്കൂർ യാത്ര ചെയ്യാൻ. ബിസിനസ് ഞങ്ങൾക്ക് വെറും 15 രൂപയ്ക്കാണ് കിട്ടിയത്. സോ എന്തായാലും അത് എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് വിചാരിച്ചു. ലഗേജ് കൂടുതൽ കൊണ്ടുപോകാമല്ലോ. 15 രൂപയ്ക്ക് അവർക്ക് തരുന്ന സർവീസ് കണ്ട അത് 5.5 മണിക്കൂർ ഫ്ലൈറ്റ് ആണെന്ന് ആലോചിക്കണേ. കഴിച്ച് വല്ലാതെ കേട്ടോ, ഞാൻ ഇത്രയും ഫില്ലിംഗ് ആയിട്ട് ഒരു ഫ്ലൈറ്റിൽ കഴിച്ചിട്ടില്ല. എന്തൊരു മീലായിരുന്നു, തീർക്കാൻ പറ്റില്ല. അടിയിൽ കംപ്ലീറ്റ് ഫ്രോസൺ ലേക്സ് ആണ്. ഇത്രയും ദൂരം പോയിട്ടും ഒരു ബിൽഡിങ്സോ അങ്ങനത്തെ ഒരു സ്ഥലവും നമ്മൾ കണ്ടില്ല. കടലും അല്ല, കംപ്ലീറ്റ് ഇതുപോലെ മൗണ്ടൻസും മൗണ്ടൻ റേഞ്ചസും ഐസൊലേറ്റഡ് ആയിട്ടുള്ള മൗണ്ടൻ റേഞ്ചസും ഫ്രോസൺ ലേക്സും ഇവിടെ മൊത്തം കാണുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഗ്രീൻ ടീയും കൂടെ കിട്ടി. ഇനി ഇതും കൂടെ കുടിച്ചിട്ട് കുറച്ച് നേരം ഉറങ്ങാം. കാരണം ഉണ്ടല്ലോ, ഇത് ഒരു എയർപോർട്ടിൽ ഇപ്പൊ എവിടെയോ ലാൻഡ് ചെയ്യും. നമ്മൾ ഫ്ലൈറ്റിനകത്ത് തന്നെ ഇരുന്നാൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു മണിക്കൂർ കണ്ട് ഫ്ലൈറ്റിനകത്ത്, അപ്പൊ 1 മണിക്കൂർ നമ്മൾ ഫ്ലൈറ്റിനകത്ത് എത്തുമോ എനിക്കറിയില്ല. എന്തായാലും അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ചോങ്ക്യു എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഫ്ലൈ ചെയ്യുന്നത്. സോ ഇറ്റ്സ് ലൈക്ക് കൊച്ചി ടു ഗോവ പോണെങ്കിൽ ബാംഗ്ലൂരിൽ ഫ്ലൈറ്റ് കുറച്ചു നേരം ഇരുന്നിട്ട് ബാംഗ്ലൂരിലേക്ക് ഇറങ്ങേണ്ടവർ അവിടെ ഇറങ്ങി, ഗോവയിലേക്ക് പോകുന്നവർ കയറി യാത്ര കണ്ടിന്യൂ. ആ ഒരു സെറ്റപ്പാണ്. എനിക്ക് ഉള്ളി കൺഫ്യൂഷൻ ഫ്ലൈറ്റിൽ തന്നെ ഇരിക്കണോ അതോ വെളിയിൽ പോകണോ എന്നാണ്. സോ ഞാൻ പറഞ്ഞില്ലേ, ഫസ്റ്റ് എയർപോർട്ടിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് നമ്മൾ ഫ്ലൈറ്റ് മാറി കയറണോ അതോ ഈ ഫ്ലൈറ്റിൽ തന്നെ 1 മണിക്കൂർ ഇരിക്കണോ? ഞാൻ ഇതുവരെ അങ്ങനെ ഒരു ഫ്ലൈറ്റിൽ ഒരു എയർപോർട്ടിൽ ലാൻഡ് ചെയ്ത് മാറാതെ ഇതുവരെ വെയിറ്റ് ചെയ്തിട്ടില്ല. സോ എനിക്ക് ഒരു ബോർഡിംഗ് ബസ് കിട്ടുള്ളൂ. സോ ഐ തിങ്ക് നമ്മളിവിടെ തന്നെ വെയിറ്റ് ചെയ്യുന്നതായിരിക്കും. ചോദിക്കാം. നമ്മളെ വേറെ ലെവലാണ്. ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് 2 എയറോ ബ്രിഡ്ജ് ഉണ്ട്. ഒരു സൈഡിലേക്ക് ചോങ്സുവിലേക്ക് പോകുന്നവർക്ക് പോകാനുള്ളതും ഒരു സൈഡ് വേറെ ഏതോ സ്ഥലത്തേക്ക് പോകാനുള്ളത്. എയർപോർട്ടിന് അകത്ത് കയറിയിട്ടല്ല, നമ്മുടെ ഫ്ലൈറ്റ് ബ്രിഡ്ജിൽ നിന്ന് തന്നെ. നേരെ ഗേറ്റിലേക്ക് പോകണം. നേരെ ഗേറ്റിലേക്കായിരിക്കും. പക്ഷെ ഒരു ബോർഡിംഗ് ബസ്സേ കിട്ടിയുള്ളൂ. അതെനിക്ക് കൺഫ്യൂസ്ഡ് ആയി പോയത്. പക്ഷെ നല്ല ഇംഗ്ലീഷൊക്കെ അറിയും, നല്ല ഗൈഡൻസ് ആയി ഇവരുടെ, അതുകൊണ്ട് കുഴപ്പമില്ല, ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ഇത് കണ്ടോ, നമ്മളിപ്പോൾ ഇറങ്ങി വന്നത് ആ ഗേറ്റിൽ കൂടിയാണ്. അവിടെ തന്നെയാണ് ബോർഡിംഗ്. അത് 8:30. അപ്പൊ എനിക്കൊന്ന് 1 മണിക്കൂർ നമുക്ക് സമയമുണ്ട്. ഇപ്പൊ 7 അരമണിക്കൂർ നടക്കാം. ഇത് വേറെ ഏതോ എയർപോർട്ടാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എയർപോർട്ടിനൊന്നും പേര് പോലും അറിയില്ല. എവിടേക്കോ ഇറങ്ങി ഒരു അരമണിക്കൂർ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് കറങ്ങി നടക്കുവാണ്. ഇവിടെയും സ്റ്റാർബക്സും പിന്നെ ബർഗർ ജോയിൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ ഇനി അടുത്ത ഫ്ലൈറ്റിലും കൂടെ ഫുഡ് വന്നു കഴിഞ്ഞുണ്ടല്ലോ, വയറ് പൊട്ടും. ഞങ്ങൾ മാക്സിമം ഫുഡൊക്കെ കൺട്രോൾ ചെയ്ത് കഴിക്കുന്നതാണ് ഈ ട്രിപ്പിൽ. പക്ഷേ ഈ ഇവിടുത്തെ ഇന്നത്തെ ട്രെയിനിലും
ആ ഫ്ലൈറ്റിലെയും ഫുഡും കൂടെ വന്നപ്പോഴേക്കും കൺട്രോൾ പോയി. വാട്ട് ഡെലിഷ്യസ് ഫുഡ്. ചൈന ഇസ് അമേസിങ് ഫുഡ്. ഞാൻ ഫസ്റ്റ് ടൈം വന്നപ്പോൾ ഒട്ടും എൻജോയ് ചെയ്തില്ല ഗങ്ജാവും ഷെൻസനും. ഇപ്പം എനിക്ക് തോന്നുന്നു ഈ മാപ്പ് നമുക്ക് ഉള്ളതുകൊണ്ട് നല്ല നല്ല ഫുഡ് സ്ഥലങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്. അതായിരിക്കും ഐ എൻജോയ് മൈ ചൈനീസ് ഫുഡ് സോ മച്ച്. ജെഫ്രൻ കണ്ടുപിടിച്ചേട്ടാ നമ്മൾ ഏത് എയർപോർട്ടിലാന്ന്? ഏതാ ആണെന്ന് തോന്നുന്നു. ദേ നമ്മുടെ കുരുവി. ആ ഇത് ഇവിടുത്തെ ഒരു ഫേമസ് ആണെന്ന് തോന്നുന്നു. ഡൈസോസോ ഡിക്സോസോ എന്താണെന്ന് അറിയില്ല. ഭയങ്കര ടേസ്റ്റി ബർഗറാണ്. ഇവിടുത്തെ പോപ്പുലർ ആണ്, ഭയങ്കര അഫോർഡബിൾ ആണ്. ഇതൊക്കെ എയർപോർട്ടിൻ്റെ അകത്തുണ്ട്. എന്തായാലും ഒന്ന് ഇറങ്ങിയത് നന്നായി. നടക്കാനും ഒന്ന് സ്ട്രെച്ച് ചെയ്യാനും എല്ലാം പറ്റിയല്ലോ. കുറേ നേരം ഇരുന്ന് കഴിഞ്ഞാൽ മടുപ്പായിരിക്കും. എന്തായാലും ഫ്രഷായി. ഇനി നല്ല ഫുഡ്, ഒന്നും കൂടെ ഫുഡ് മാത്രം ജസ്റ്റ് ഒന്ന് കാണിക്കാവേ. സെയിം ഫ്ലൈറ്റ് ആണോ എന്ന് നോക്കട്ടെ. ആ ഇത് സെയിം ഫ്ലൈറ്റ് തന്നെയാണ്. അപ്പോൾ സെയിം സെറ്റപ്പാ. അപ്പോൾ ഇനി കാര്യമായിട്ടൊന്നും കാണിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ സെയിം ഫ്ലൈറ്റ്, സെയിം സീറ്റ്, സെയിം സെറ്റപ്പ്. കുറച്ചും കൂടെ ഡ്യൂറേഷൻ ഉണ്ടെന്ന് തോന്നുന്നു. 3.5 മണിക്കൂറും കൂടെ ഫ്ലൈറ്റ് ടൈം ഉണ്ട്. സോ പ്രത്യേകിച്ചൊന്നും കാണിക്കുന്നില്ല. ജസ്റ്റ് ഗോയിങ് ടു സിറ്റ് ആൻഡ് റിലാക്സ് ആൻഡ് എൻജോയ്. 2 ബിസിനസ് ക്ലാസ് ഫ്ലൈറ്റ് ഒരു ടിക്കറ്റിൽ. അങ്ങനെ ഗൈസ് നമ്മൾ ചോങ്ക്യൂലെത്തി. ഞാൻ ലഗേജും കൂടെ എടുത്ത് കൺക്ലൂഷൻ വീഡിയോ എടുക്കാവേ. ആൻഡ് ഇവിടുത്തെ ഗുണം എന്താ അറിയോ? നല്ല വെതർ. ഒരു 10, 11, 12 ഡിഗ്രിയാണ്. ജെഫ്രിന്റെ ചൈനയിൽ നിന്ന് വാങ്ങിയ ഡ്രസ്സുകളായിട്ടൊക്കെ പൊളിക്കണം എന്ന്. ഓക്കെ, അപ്പോൾ നോക്കട്ടെ. ലഗേജ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ സമാധാനമേ ഉള്ളൂ. ഇതും ഞാൻ എവിടെയും കണ്ടിട്ടില്ല കേട്ടാ. ലഗേജ് വേറെ ആരുടെ എടുത്തോണ്ട് പോലെ അനൗൺസ് ചെയ്യുന്നത് കൊള്ളാലോ. ഗൈസ്, അപ്പൊ നമുക്ക് അവിടെ ലഗേജ് ഒക്കെ കിട്ടി. നാളെ തൊട്ട് ഈ അമേസിങ് സിറ്റി. ഹാർബിനൊക്കെ അമേസിംഗ് ആയി തോന്നിയില്ല നിങ്ങൾക്ക്? അതുപോലെ അതിനെയും കാട്ടി അമേസിംഗ് ആയിരിക്കും ഈ ഒരു സ്ഥലം. ഓക്കെ, ഈ ഒരു വേൾഡിലെ ബിഗസ്റ്റ് സിറ്റി. അതെങ്ങനെയൊക്കെ വ്ളോഗ് ചെയ്യുമെന്ന് പോയി പ്ലാൻ ചെയ്യട്ടെ. ഇനി ഇവിടുന്ന് നേരെ റൂം. ഒരു ദിവസത്തെ ഫുൾ ഡേ ബിസിനസ് ക്ലാസ് വാസ് ടോട്ടലി എൻജോയബിൾ. പക്ഷെ 11-12 മണിക്കൂർ യാത്ര ചെയ്യുമ്പോൾ എന്തായാലും ടയർഡ്നെസ് കാണുമല്ലോ. അതൊക്കെ മാറ്റി നാളെ ഞങ്ങൾ നല്ല കളർഫുള്ളായി വരുന്നതായിരിക്കും. സോ നാളെ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി. ബൈ. ബിസിനസ് ക്ലാസ് യാത്രകളെ കുറിച്ച് കമന്റ് ചെയ്യാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു.